ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 7ാം ക്ലാസ് തജ്വീദുൽ ഖുർആനിലെ അൽ വഹദത്തു താസിഉ 9ാമത്തെ പാഠം വജീഅ യൗമഇദിൻ. നമുക്ക് പാഠഭാഗം മനസ്സിലാക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഉസ്താദേ, ദാവൂദ് എന്നതിൽ ഒരു വാവ് ചെറുതാണല്ലോ. നജാ മോളുടെ ചോദ്യം ക്ലാസ്സിൽ കൗതുകം പരത്തി. ഖുർആൻ അല്ലാഹു തആലയുടെ കലാമായതിനാൽ അതിൻ്റെ എഴുത്തിന് പ്രത്യേക നിയമങ്ങളുണ്ട്. അവ പാലിച്ച് മാത്രമേ ഖുർആൻ ഓതാവൂ. പ്രധാനമായി 6 നിയമങ്ങളാണ് ഖുർആനിൻ്റെ എഴുത്തിനുള്ളത്. ഖവായിദ് റസ്മുൽ ഉസ്മാനി. അപ്പോൾ ഇവിടെ റസ്മുൽ ഉസ്മാനിയിലെ നിയമങ്ങൾ പറയുന്നു. എത്ര നിയമമാണ്? 6 നിയമങ്ങളുണ്ടെന്ന് പറഞ്ഞു. 6 നിയമങ്ങളുണ്ട്. അപ്പം അത് മനസ്സിലാക്കുക. ഒന്നാമത്തെ എന്താണ്? ഹദഫ്, അക്ഷരങ്ങൾ ഒഴിവാക്കൽ. ഹദഫ്, അക്ഷരങ്ങൾ ഒഴിവാക്കൽ. ചില പദങ്ങളിൽ നിന്ന് അലിഫ്, വാവ്, യാ എന്നീ അക്ഷരങ്ങൾ ഒഴിവാക്കിയാണ് ഓതിയിട്ടുള്ളത്. അപ്പം ഈ പാഠഭാഗം 5ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചതാണ്. 5ാം ക്ലാസ്സിൽ ഒരു പാഠം ഉണ്ടായിരുന്നു, റസ്മുൽ ഉസ്മാനി എന്ന് പറഞ്ഞിട്ട്. അപ്പം അതിൽ ഇത് പറയുന്നുണ്ട്. അപ്പം അതിൽ നിന്ന് ഒന്നും കൂടി മനസ്സിലാക്കാനാണ് ഈ പാഠഭാഗം. അപ്പം മനസ്സിലാക്കാം. അക്ഷരങ്ങൾ ഒഴിവാക്കിയിട്ട്, അക്ഷരങ്ങൾ ഒഴിവാക്കും ചില പദങ്ങളിൽ നിന്ന്. അലിഫ്, വാവ്, യാ എന്നീ അക്ഷരങ്ങളെ ഒഴിവാക്കിയാണ് എഴുതിയത്. അപ്പോൾ അത് മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ ഉദാഹരണം തന്നെ നോക്കൂ. ജാസിമീൻ. ഇവിടെ അലിഫ് ഉണ്ടല്ലോ, ചെറുതായിട്ട് വന്നിട്ട് വലുതിനെ ഒഴിവാക്കിയിട്ട് ഇവിടെ ചെറുതായിട്ട് ഇട്ട് തന്നാണ്. അപ്പോൾ അത് ഹൂദിലെ 27ാമത്തെ ആയത്തിലുള്ളതാണ്. അപ്പോൾ അത് മനസ്സിലാക്കുക. അടുത്തത് നോക്കൂ. ലാ യസ്തവൂൻ. ഇവിടെ ചെറിയ വാവായിട്ടാണ് വന്നത്. സജദ സൂറത്തിലെ 18ാമത്തെ ആയത്തിത്തതാ. അടുത്തതാ ഇന്ന വലിയ അല്ലാഹു. അപ്പോൾ ഇവിടെ ഒരു യാഇനെ ഒഴിവാക്കിയിട്ടാണ് ഇവിടെ ഏത് രീതിയിൽ വരുന്നത്. മനസ്സിലായില്ല? അപ്പം അത് മനസ്സിലാക്കുക. ഇവിടെ നോക്കൂ. അലാദാവൂദ. ഇവിടെ ചെറിയ വാവ് വന്നു. മനസ്സിലായില്ല? അപ്പം അതൊക്കെ മനസ്സിലാക്കുക. അടുത്തത് എന്താണ്? അസിയാദ, അക്ഷരങ്ങളെ കൂടുതലാക്കൽ. ചില പദങ്ങളിൽ അലിഫ്, വാവ്, യാ എന്നിവയെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്, അതായത് കൂടുതലാക്കിയിട്ടുണ്ട്. ഇവിടെ ഒഴിവാക്കിയിട്ടുണ്ട്. അതിന് പകരമാണ് ചെറുതിട്ട് തന്നിട്ട് ഇവിടെ യാ ഒക്കെ ചെറിയതിട്ട് സൂചിപ്പിക്കുന്നത്. അങ്ങനെയാണ് അലിഫിനൊക്കെ. അപ്പോൾ ഇനി കൂടുതലാക്കിയതാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉദാഹരണങ്ങൾ മനസ്സിലാക്കാം. അല്ലുന്നൂന. ഇവിടെ അവസാനം ഒരു അലിഫ് വന്നുകൊണ്ടില്ല. അപ്പോൾ അവിടെ വർദ്ധിപ്പിച്ചു. ഉലായിക്ക. ഇവിടെ വാവാണ് വരുന്നത്. ഉലായിക്ക. ഇവിടെ വാവ് വന്നു. എന്താ? ബി ഐക്കും. 2 യാ ഒരുമിച്ച് വന്നിട്ടില്ല. അപ്പോൾ ഇവിടെയൊക്കെ ഓരോ അക്ഷരങ്ങൾ കൂടുതലായി. ഇവിടെ ഒരു അലിഫ്, ഇവിടെ വാവ്, ഇവിടെ യാ വർദ്ധിപ്പിച്ചു. അപ്പോൾ അത് മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ അക്ഷരങ്ങളൊക്കെ വർദ്ധിപ്പിച്ചു. അലിഫ്, വാവ്, യാ എന്നീ അക്ഷരങ്ങൾ വർദ്ധിപ്പിച്ചു. അപ്പോൾ അസിയാദ. അടുത്തത് അൽ ബദല്, ഒരക്ഷരത്തിന് പകരം മറ്റൊരക്ഷരം എഴുതൽ. സ്വലാത്ത്. സ്വലാത്ത് എന്നിടത്ത് ഇവിടെ നീട്ടാൻ അലിഫും വന്നു, വാവും വന്നു. അടുത്തത് അരിബ. അരിബ. ഇവിടെ ഉണ്ടല്ലേ വാവ്, അലിഫും ഒക്കെ വന്നത്. ഒരക്ഷരത്തിന് പകരം മറ്റൊന്ന് വന്നു. ഒക്കെ മനസ്സിലാക്കുക. ഇവിടെയൊക്കെ സൂറത്തിൻ്റെ പേര്, ആയത്തുകളൊക്കെ സൂറത്തിലെ എത്രാമത്തെ ആയത്താന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി അവിടെ ആ ഖുർആനിൽ നമ്മളത് ഓതുമ്പം അതും കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അടുത്തത് എന്താണ് വരുന്നത്? റഹ്മത്ത്. റഹ്മത്ത്. റഹ്മത്ത് എന്നതിൽ ബദൽ വരുന്നത് എന്താണ്? ഇവിടെ ഈ താ അല്ല വരിക. അപ്പോൾ ഒരക്ഷരത്തിന് പകരം മറ്റൊരക്ഷരം എഴുതൽ. മനസ്സിലാക്കുക. അടുത്ത ഞാമത്ത. ഞാമത്ത. ഇവിടെയും താ, ഒരക്ഷരത്തിന് പകരം മറ്റൊരക്ഷരം വന്നു. അപ്പോൾ ഒക്കെ മനസ്സിലാക്കുക.
അടുത്ത എന്താണ്? അൽ ഹംസ്. ഹംസയുടെ പ്രത്യേകത, ഹംസയുടെ പ്രത്യേക ലിപികൾ. ഹംസകള് വ്യത്യസ്ത ലിപിയിലാണ് എഴുതുക. അവിടെ അമറ, ഇവിടെ അലിഫിന്റെ മുകളിൽ ബിഇരിൻ വബിഇരിൻ കണ്ടില്ലേ, വന്ന് ഹംസ. മുഅ്മിനൂൻ മുഅ്മിനൂൻ. ദിഫ്ഉൻ മാഅൻ. അപ്പൊ ഹംസകള് ഇങ്ങനെ പ്രത്യേക ലിപിയിൽ വരുന്നതാണ്, വ്യത്യസ്തമായ എഴുത്ത് രീതിയിൽ ഹംസ. അപ്പൊ അത് മനസ്സിലാക്കാം. അടുത്തത് എന്താണ്? വസ്ലുൽ ഫസ്ല്. വസ്ലും ഫസ്ലും ചേർത്തും പിരിച്ചും എഴുതല്. വസ്ല് എന്ന് പറഞ്ഞാൽ പിരിച്ചെഴുതേണ്ട കലിമത്തിനെ ചേർത്ത് എഴുതുക. ഫസ്ല് എന്ന് പറഞ്ഞാല് എന്താണ്? ചേർത്ത് എഴുതിയതിനെ പിരിച്ചെഴുതല്. അപ്പോൾ ഫസ്ല് പിരിച്ചെഴുതല്, വസ്ല് ചേർത്ത് എഴുതല്. അപ്പം എന്താണ്? ഒരു പദമായി എഴുതേണ്ട കലിമത്ത് ചില സ്ഥലങ്ങളിൽ രണ്ടായി പിരിച്ചെഴുതിയിട്ടുണ്ട്. പിരിച്ചെഴുതേണ്ട പദങ്ങളെ ചേർത്തും എഴുതിയിട്ടുണ്ട്. ഉദാഹരണം നോക്കൂ. ലികൈല തഹ്സനു. അപ്പോൾ ഇവിടെ ഈ ലാമിനെ ചേർത്തി എഴുതി. മനസ്സിലായോ? അത് നമ്മൾ 5ാം ക്ലാസ്സിൽ വിശദമായിട്ട് നന്നായിട്ട് മനസ്സിലാക്കി പഠിച്ചതാണ്. സാധാരണ എഴുത്ത് രീതി ലിക്കൈല, റസ്മസ് ഉസ്മാനി പ്രകാരം ലിക്കൈല ചേർത്ത് എഴുതി. അപ്പോൾ 5ാം ക്ലാസ്സിലെ ബുക്ക് ഒക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് മനസ്സിലാക്കാൻ കഴിയുമോ എടുത്ത് നോക്കിയാൽ. അടുത്ത നോക്കൂ. ഫ ഇല്ലം. ഇവിടെ ഫ ഇൽ ലം എന്ന് ചേർത്ത് എഴുതേണ്ടതാണ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു? അത് 2 പദങ്ങളാക്കിയിട്ട് ഫ ഇ ലം, അത് ഇവിടെ അങ്ങനെ എഴുതിയ ചേർത്ത് എഴുതേണ്ട കലിമത്തിനെ ഒരു പദമായിട്ട് എഴുതേണ്ടതാ ഫ ഇല്ലം എന്ന്. അതിനെ 2ആയിട്ട് പിരിച്ചെഴുതി. ഫ ഇ വേറെ, ലം വേറെ, അങ്ങനെ 2ആയിട്ട് പിരിച്ചെഴുതി. അടുത്ത നോക്കൂ. ഫീമ അതും ചേർത്ത് എഴുതേണ്ടതാണ്. ചേർത്ത് എഴുതേണ്ട അതിനെ 2ആയിട്ട് പിരിച്ചെഴുതി. ഫീ വേറെ, മാ എന്ന് ഇവിടെ മുറിച്ചിട്ട് മാ വേറെ എഴുതി. അതുപോലെ തന്നെ വ അന്നമ ഇവിടെയും മാ ഇതിനോട് ചേർത്ത് എഴുതേണ്ടതാ. ഇവിടെ ഇതിനെ മുറിച്ച്. മനസ്സിലായില്ലേ? അപ്പോൾ വസ്ലും ഫസ്ലും വരേണ്ടത് മനസ്സിലാക്കുക. ഇനി അടുത്തത് എന്താണ്? മാഫി ഖിറാഅത്താനി ഫകുതിബ ഇഹ്ദാഹുമ. 2 വിധത്തിൽ ഖിറാഅത്തുള്ള പദങ്ങളെ ഒരു വിധത്തിൽ എഴുതൽ. അതായത് 2 വിധത്തിൽ ഖിറാഅത്ത് ഓതേണ്ട പദങ്ങളെ ഒരു വിധത്തിൽ എഴുതലാണ്. അതായത് നോക്കൂ. മാലിക് യൗമിദ്ദീൻ. ഫാത്തിഹയിലെ മാലിക് യൗമിദ്ദീൻ. മാലിക് എന്നത് സാധാരണ എഴുത്ത് രീതി ഇങ്ങനെയാണ്. മനസ്സിലായില്ലേ? അപ്പം അതിനെ ചേർത്ത് ഇങ്ങനെ ആക്കിയിട്ട് എഴുതി. റസ്മുൽ ഉസ്മാനി പ്രകാരം ഇങ്ങനെ ആക്കിയിട്ട് എഴുതി. അതുപോലെ തന്നെയാണ് കാല. ആണല്ലേ? കാല റബ്ബി. അവിടെ ഈ കാല എന്നത് കാ എന്ന് നീട്ടിയിട്ട് അങ്ങനെ എഴുതേണ്ടതാണ്. അപ്പം അതിനെ ഇങ്ങനെ ആക്കിയിട്ട് എഴുതി. അപ്പോൾ 2 വിധത്തിൽ ഖിറാഅത്തുള്ള പദങ്ങളാണ്. അതിനെ ഒരു വിധത്തിലാക്കിയിട്ട് എഴുതി. അപ്പോൾ അതാണ് 6ാമത്തത്. അപ്പോൾ എത്രയാണ് ഖവായിദ് റസ്മുൽ ഉസ്മാനി? അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. അടുത്തത് എന്താണ്? തദ്രിബാത്ത് നോക്കാം നമുക്ക്. തദ്രിബാത്തിൽ ആദ്യം എന്താണ്? ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാനാണ്. റസ്മുൽ ഉസ്മാനി നിയമം ഏത്? റസ്മുൽ ഉസ്മാനിയിൽ ഇവിടെ എന്താ നിയമം വന്നത് എന്നാണ് ഇവിടെ എഴുതേണ്ടത്. ലാ യഷ്തവൂൻ. ഇവിടെ എന്ത് വന്നോ? അൽ ഹദഫ്. ഇവിടെ വാവിനെ ഒഴിവാക്കി പകരം ചെറിയ വാവ് ഇട്ട് കണ്ടില്ല. അപ്പോൾ ഇവിടെ എന്താണ്? അൽ ഹദഫ്, അതെഴുതുക. അടുത്തത് ലുന്നൂൻ. അല്ലുന്നൂൻ. അപ്പോൾ ഇവിടെ എന്താ വന്നത്? അസിയാദ, അക്ഷരങ്ങളെ കൂടുതലാക്കി.
ഇവിടെ ഒരു അലിഫ് വന്നുകൊണ്ടില്ലേ, ലുന്നൂൻ എന്നിടത്ത്. അപ്പോൾ അസിയാദ അത് മനസ്സിലാക്കുക. അടുത്തത് വ അന്നമ യദൂന. വ അന്നമ യദൂന എന്താ വന്നേ? ഇവിടെ അന്നമ എന്നിടത്ത് എന്ത് ചെയ്തു? ചേർത്ത് എഴുതേണ്ടതിനെ രണ്ടായി പിരിച്ചെഴുതി. അപ്പം എന്താണ്? ഫസ്ല്. അപ്പം അത് എഴുതാം. ചേർത്ത് എഴുതേണ്ടതിനെ രണ്ടായിട്ട് പിരിച്ചെഴുതി. അപ്പോൾ അതാണ് ഫസ്ല്. പിരിച്ചെഴുതേണ്ടതിനെ ചേർത്ത് എഴുതുന്നതിന് വസ്ലി എന്നും പറയും. അപ്പോൾ ഇവിടെ ഫസ്ല് എഴുതാം. അടുത്ത റഹ്മത്തു. റഹ്മത്ത് എന്താണ്? ബദല്. അൽ ബദല്. ഒരക്ഷരത്തിന് പകരം മറ്റൊന്നിനെ കൊണ്ടുവന്നു. താ. റഹ്മത്ത് എന്ന് എഴുതുമ്പോൾ ഹാത്ത ആണ് ഇവിടെ എഴുതുക. അതിന് പകരം മറ്റൊരു അക്ഷരത്തെ കൊണ്ടുവന്ന്. അപ്പോൾ അൽ ബദല് അത് എഴുതുക, മനസ്സിലാക്കി. അടുത്ത നസ്ലി യോജിച്ചത് ചേർത്തെടുക്കാനാണ്. അവിടെ അൽ ഫസ്ല്. അൽ ഫസ്ല് എന്ന് പറഞ്ഞാൽ എന്താണ്? പിരിച്ചെഴുതലാണ്. ചേർത്ത് എഴുതേണ്ടതിനെ പിരിച്ചെഴുതലാണ് ഫസ്ല്. അപ്പം അതിൻ്റെ ഈ എന്നത് നമുക്കവിടെ എഴുതി കൊടുക്കാം. അടുത്ത് ഹദഫ്. അൽ ഹദഫ് എന്താണ്? അക്ഷരങ്ങൾ ഒഴിവാക്കലാണ് അൽ ഹദഫ്. അപ്പം അതിൻ്റെ നമുക്കവിടെ എഴുതാം. അടുത്ത അൽ വസ്ല്. വസ്ല് എന്താണ്? അത് ചേർത്ത് എഴുതലാണ് വസ്ല്. അപ്പം അതിൻ്റെ ഡി നമുക്ക് അവിടെ എഴുതി കൊടുക്കാം. ഡി. അസിയാദ. അസിയാദ എന്താണ്? അക്ഷരങ്ങൾ കൂടുതലാക്കൽ. അസിയാദ അക്ഷരങ്ങൾ കൂടുതലാക്കൽ. ബി. അൽ ബദല് ഒരക്ഷരത്തിന് പകരം മറ്റൊരക്ഷരത്തെ എഴുതൽ. റഹ്മത്ത് എന്നൊക്കെ നേരത്തെ പറഞ്ഞു, സ്വലാത്ത് എന്നൊക്കെ. അപ്പോൾ അത് അതിൻ്റെ സി നമുക്ക് എഴുതാം. ബദല് ഒരു അക്ഷരത്തിന് പകരം മറ്റൊരക്ഷരത്തെ ഉണ്ട്. അപ്പോൾ അത് നന്നായി മനസ്സിലാക്കി പഠിക്കുക. ഇത് വലിയ വരാത്തതുണ്ട്, അപ്പോൾ അതും മനസ്സിലാക്കി പഠിക്കുക. അടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. ഖുർആനിലെ എഴുത്തിനുള്ള പ്രധാന 6 നിയമങ്ങൾ ഏതൊക്കെ? 6 നിയമങ്ങളെ പേര് എഴുതുക. വസ്ല്, ഫസ്ല്, ഹദഫ്, സിയാദ, ബദല്, ഹംസ്. അപ്പോൾ ഈ പാഠത്തിൽ ഇങ്ങനെ ഓരോന്ന് നമ്പർ ഇട്ട് തന്നിട്ടുണ്ട്. അവിടെ നോക്കിയിട്ട് അതൊക്കെ അവിടേക്ക് എഴുതുക. ഈ തന്നതിൽ ഹംസ് ഇല്ല, അപ്പോൾ അത് ചേർത്ത് എഴുതിയാലും മതി ഇവിടെ നിന്ന് നോക്കിയിട്ട്. അപ്പോൾ എല്ലാവരും അത് മനസ്സിലാക്കി എഴുതുക. അടുത്തത് ഖുർആനിൽ ഹംസയെ എങ്ങനെയൊക്കെ എഴുതാറുണ്ട്? അപ്പോൾ ഇവിടെ ഹംസിൻ്റെ ഭാഗത്ത് തന്നു അമറ. അപ്പോൾ ഇവിടെ അലിഫിൻ്റെ മുകളിൽ തന്നു ബിഇരിൻ വ ബിഇരിൻ. അപ്പോൾ ഇവിടെ മുകളിലായിട്ട് ഹംസ് വന്നു. അടുത്തത് മുഅ്മിനൂൻ. അപ്പോൾ ഇവിടെ വാവിൻ്റെ മുകളിലായിട്ട് ഹംസ വന്നു. അടുത്ത ദിഫ് ഉൻ. ഇവിടെ ഹംസ വന്നു അവസാനം. മനസ്സിലായില്ല? മാ അൻ. ഇവിടെയും ഹംസ വന്നു. അപ്പം ഇതൊക്കെ ഉദാഹരണം അവിടേക്ക് എടുത്ത് എഴുതിയിട്ട് മനസ്സിലാക്കുക എങ്ങനെയൊക്കെയാണ് വന്നത്. അടുത്തത് തഹസീസാണ്. ആലി ഇമ്രാനിലെ 62-ാമത്തെ ആയത്ത് മുതൽ 121-ാമത്തെ ആയത്ത് മുതൽ റസ്മുൽ ഉസ്മാനി നിയമപ്രകാരം മനസ്സിലാക്കി പാരായണം ചെയ്യാനാണ്. പിന്നെ സൂറത്ത് യാസീന് 49 മുതൽ 54 വരെയും സൂറത്തുൽ വാക്കിയ 57 മുതൽ 63 വരെയും മനഃപ്പാഠമാക്കണം. അപ്പോൾ അതൊക്കെ അതിൻ്റെ കൂടെ ചെയ്യാം. അപ്പോൾ ഈ പാഠത്തുനിന്ന് കാര്യമായിട്ട് മനസ്സിലാക്കേണ്ടത് 6 നിയമങ്ങളാണ്. എഴുത്തിൻ്റെ 6 നിയമങ്ങളാണ്. ഖുർആനിലെ എഴുത്തിലെ പ്രധാനമായ 6 നിയമങ്ങളാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ 6 നിയമവും എങ്ങനെയാണ് വരുന്നത് എന്നൊക്കെ മനസ്സിലാക്കുക. ഇതിൽ ചോദ്യോത്തരങ്ങളൊന്നും ഇതിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട. ഇത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സും മാച്ച് ദ കോളൊക്കെ ആയിട്ടുള്ളതാണ് ഇത് വരിക. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി പഠിക്കുക. 1 വേർഡ് ക്വസ്റ്റ്യനും മാച്ച് ദ കോളൊക്കെയാണ് ഇതിൽ നിന്ന് വരാൻ സാധ്യതയുള്ളത്. ഒരു ഉദാഹരണം തന്നിട്ട് ഇത് ഏത് എഴുത്ത് രീതിയാണെന്ന് ചോദിച്ചാൽ നമുക്ക് അതിൻ്റെ പേര് എഴുതാൻ കഴിയണം. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി പഠിക്കാം. അപ്പോൾ എത്രയാണ് 9-ാമത്തെ പാഠമായ വജിയ യൗമ ഈദീൻ എന്ന പാഠത്തിൽ എല്ലാവരും മനസ്സിലാക്കി പഠിക്കുക. ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.